ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ 2024 അവസാന ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ കുന്നംകുളത്തോട്ട് പോകാൻ നിൽക്കുകയാണ്. ഞാനും ഇസ്മക്കുട്ടിയും പിന്നെ ഉമ്മയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ ഞങ്ങൾ കുന്നംകുളത്തുള്ള ത്രിവേണിയിൽ നിന്ന് വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കുന്നംകുളത്ത് നിന്ന് നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ. കുറച്ച് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഡ്രസ്സ് എടുക്കാനുള്ള കാരണം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും. നമ്മളൊരു സ്ഥലം വരെ പോവാണ്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത്, ആരെക്കൂടെയാണ് പോകുന്നത്, അതൊക്കെ നിങ്ങൾക്ക് വഴിയേ നമ്മുടെ വീഡിയോസിലൂടെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ത്രിവേണിയിൽ വന്ന് അപ്പോൾ ഉമ്മ സാധനങ്ങളൊക്കെ ബില്ലിട്ടിട്ട് വാങ്ങുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇസ്മക്കുട്ടി അവൾക്ക് വേണ്ടതൊക്കെ നോക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ബില്ലിട്ട് നമുക്ക് വേണ്ടതൊക്കെ പറഞ്ഞാൽ അവരവിടുന്ന് എടുത്ത് തരികയാണ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്തിടാം കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടു. പിന്നെ നാത്തൂനും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടുന്ന് നേരെ അവൾ കുന്നംകുളത്തേക്ക് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവളും കൂടി വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ഈ കുന്നംകുളത്തുള്ള ഈ ഒരു ഷോപ്പിലാണ് കയറി. ഇലാറാന്ന് അങ്ങനെ എന്താണ്ടാണ് പേര്. പുതിയൊരു ഷോപ്പാണ് കേട്ടോ. ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ച് ജീൻസിലേക്ക് പറ്റിയൊരു ടോപ്പാണ്. അത് ഓവർ ലെങ്ത്ത് പാടില്ല, അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ. പക്ഷേ അവിടെ ഫുൾ ക്രോപ്പ് ടോപ്പായിരുന്നു. ഞങ്ങൾക്ക് അതിലും കുറച്ചും കൂടി ഇറക്കം വേണമായിരുന്നു. പക്ഷേ അത് നമുക്ക് അവിടെ കിട്ടിയില്ല. പക്ഷെ നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ അടുത്ത് ഉദ്ഘാടനം കഴിഞ്ഞ കടയാണത്. ഇലാറാന്ന് അങ്ങനെ എന്തുകൊണ്ട് പേര്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് കിട്ടാതായപ്പോൾ നേരെ നമ്മുടെ കേരള വസ്ത്രാലയമില്ലേ, കുന്നംകുളം പട്ടാമ്പി റോഡ്, അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു LMNOPQ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്. അവിടെ ഇങ്ങനെ ഇതുപോലത്തെ ഈ വെസ്റ്റേൺ ഡ്രസ്സുകളാണ് കൂടുതൽ കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് കണ്ടാൽ നമ്മൾ വിചാരിക്കും ഈ ഗോവക്കാരുടെ ഡ്രസ്സ് മാത്രമാണ് അവിടെ ഉള്ളതെന്ന്. പക്ഷെ ഉള്ളിൽ നമുക്ക് ടോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇതുപോലെ ടോപ്പ് ഉണ്ട്. പക്ഷേ ഭയങ്കര റേറ്റായിട്ട് തോന്നിയിട്ട് നമ്മളൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഭയങ്കര ഓഫറുണ്ട്, ടോപ്പൊക്കെ നമുക്ക് വിലക്കുറവിലുണ്ട് കാര്യങ്ങളൊക്കെ. നമ്മളൊരു ഷോർട്സിലോ ഇൻസ്റ്റയിലോ അങ്ങനെ എന്തോ ആയിട്ടൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കേട്ടോ. ഭയങ്കര ഓഫറാണ് പറഞ്ഞിട്ട്. പക്ഷേ അത്ര ഓഫറും കാര്യങ്ങളൊന്നുമില്ല. നല്ല റേറ്റ് ഉണ്ടായിരുന്നു. സാധാ ഒരു ടോപ്പ് പോലത്തേനുണ്ട് 600 സംതിങ്ങും കാര്യങ്ങളൊക്കെ. ചിലതൊക്കെ രസമുണ്ട്. പിന്നെ ഭയങ്കര ലൂസായിട്ട് കുറച്ചൊരു ലെങ്തി ആയിട്ടുള്ള ടോപ്പുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല, അതിനുള്ളിൽ നമ്മൾ വേറെ ഇന്നർ ഇടണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുണ്ട് 1000 സംതിങ് അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ ഒരു ഷർട്ട് പോലത്തത് എനിക്കിഷ്ടമായി. ഈ ഒരു ക്രീമല്ല, അങ്ങനത്തെ ഒരു കാപ്പി കളറാണ്, അങ്ങനത്തെ ഒരു കളറ്. അപ്പോൾ അത് എടുത്താലോ എന്ന് വിചാരിച്ചു. പക്ഷേ സെയിം സാധനം നമുക്ക് ഓൺലൈനിൽ ഇത്ര റേറ്റ് വരുന്നില്ല. ഞങ്ങളിത് ഓൺലൈനിൽ നോക്കിയതാണ്, ഞാനും നാത്തൂനും കൂടിയിട്ട്. ഞങ്ങളിത് കുറച്ച് ദിവസമായി പണി തുടങ്ങിയിട്ട്. കാരണം നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ 2024 ലാസ്റ്റ് ഷോപ്പിംഗ് ഫ്ലോപ്പായി എന്ന് തന്നെ പറയാം ഗൈസ്. കാരണം നമുക്ക് ഒറ്റ ടോപ്പും കിട്ടിയില്ല. അതിനുശേഷം ഞങ്ങൾ വേറൊരു ഷോപ്പിൽ കയറി. ഒരു ഷോപ്പല്ല, 2 ഷോപ്പിൽ കയറിയിട്ടാണ്. നമുക്കിഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാനും ഉമ്മയും കൂടിയിട്ട് വന്നു. നാത്തൂനങ്ങനെ പോയി, മക്കളൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം പോയി. ഞങ്ങളൊരു നറുനീണ്ടി സർബത്തും മിൽക്ക് സർബത്തും പിന്നെ എഗ് സമൂസയും ഞങ്ങൾ കഴിച്ചു. ഞാനും ഉമ്മയും ഇസ്മക്കുട്ടിയും കൂടിയിട്ട് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കുന്നംകുളം പുതിയ സ്റ്റാൻഡിലോട്ട് വന്നു. എന്താ ഭംഗിയിലെ സ്റ്റാൻഡ് കാണാൻ. പഴയ സ്റ്റാൻഡ് നമുക്ക് ഒട്ടും ഇഷ്ടമുണ്ടാവില്ല ഇരിക്കാൻ, പക്ഷെ പുതിയ സ്റ്റാൻഡ് പൊള്ളിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ വന്ന് ഞങ്ങളെ റൂട്ടിലുള്ള ബസ് വന്ന് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ കയറിയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഈ സ്റ്റാൻഡിൽ വന്നപ്പോൾ വേറൊരു സീനും കൂടി കണ്ടിട്ടാ. ഒരു കണ്ണ് കാണാൻ പറ്റാത്ത ഒരു ചേട്ടൻ. അപ്പോൾ ആ ചേട്ടൻ ഇങ്ങനെ ബസ് വരേണ്ട കാരണം നല്ല സ്പീഡിലല്ല വരിക. അപ്പോൾ ആ ചേട്ടനക്ക് അപ്പുറത്ത് കടക്കാൻ പറ്റാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേറൊരു ചെക്കൻ വന്നിട്ട്, ചെറിയൊരു ചെക്കൻ പോലത്തെ ഒരു കുട്ടി വന്നിട്ട് എന്താക്കി അതിനെ സഹായിച്ചു. അപ്പോൾ നമുക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ ബസ്സുകൾ ഭയങ്കര സ്പീഡിലാണ് ഈ റൗണ്ടിലേക്ക് വളഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളെ കയ്യിൽ സ്റ്റിക്കൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും കുറച്ച് പ്രായമായിട്ടുള്ള ആളായിരുന്നു കേട്ടോ.
അങ്ങനെ ആ ഒരു ചെക്കൻ വന്നിട്ടാണ് ആ ചേട്ടനെ സഹായിച്ചത്. ബസ്സൊക്കെ വരുന്നത് നോക്കിയിട്ട് കടത്തി കൊടുത്തു. അപ്പോൾ നമുക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. എന്നും ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. ചിലവരൊന്നും അതൊന്നും ചെയ്യില്ല. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 2024 വീഡിയോ. ലാസ്റ്റ് വീഡിയോ ആണ്, ലാസ്റ്റ് ഷോപ്പിംഗ് വ്ലോഗാണ്. പക്ഷേ ഫ്ലോപ്പായിപ്പോയി. കാരണം നമുക്കൊന്നും കിട്ടിയില്ല. കുറേ അലഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് തന്നെ സസിയായിട്ട് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വരുന്നവരെല്ലാവർക്കും ബായ്.